ടി ജി നോർവേയിൽ പ്രധാനമന്ത്രി സന്ദർശിച്ചതിനിടയിൽ ഒരു പ്രസ് ബ്രീഫിങ്ങിനിടെ ഒരു മാധ്യമപ്രവർത്തക അവർ ഈ എക്സിലൊക്കെ ഇപ്പോൾ വന്നൊരു വിവരം അനുസരിച്ച് അവർക്ക് വലിയ ഫോളോവേഴ്സൊന്നും ആ സമയത്തൊന്നും ഇല്ലായിരുന്നു. പിന്നെയാണ് അപ്പോൾ ഇവർ ഇത് ചോദിച്ചു, അതായത് ഇവിടുത്തെ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചൊക്കെ ഇവർ ചോദിച്ചു. മോദി മൈൻഡ് ചെയ്തില്ല. മോദി സാധാരണ പോലെ അങ്ങ് പോയി. അപ്പോൾ അതിൽ പിന്നെ അത് കഴിഞ്ഞ് വിദേശകാര്യ സെക്രട്ടറി അദ്ദേഹത്തിന് അവർക്ക് മറുപടിയൊക്കെ കൊടുത്തു. ഇതൊക്കെ ചർച്ച സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിലെല്ലാവർക്കും ഒരു പൊതുവേ ഒരു പറയുന്ന മോദിക്കെതിരെയുള്ളൊരു ആക്ഷേപം, അദ്ദേഹം പത്രസമ്മേളനങ്ങൾ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. അത് വെച്ചിട്ടാണ് അളക്കുന്നത്. എന്ത് തോന്നുന്നു അതിൽ? മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാൻ കൊള്ളില്ല, അതുകൊണ്ടാണ് സംസാരിക്കാത്തത്. മൻമോഹൻ സിംഗ് നോക്ക്, 1-2 തവണ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചിട്ടുണ്ട് പുള്ളി. അതും സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന മാധ്യമപ്രവർത്തകർ. അതിങ്ങനെ ഒരു റൗണ്ട് ടേബിളിന് ചുറ്റും വരുന്ന, അല്ലാതെ ഇങ്ങനെ ഈ BD സജഷൻ നടത്തുന്ന പോലെ വലിയ മാധ്യമപ്രവർത്തകർ വഴിയെ പോയവരെല്ലാം കയറിയിരിക്കുന്നു, ഇപ്പുറത്തിങ്ങേരിയിരിക്കുന്നു, നിങ്ങൾക്കൊരു ഇരയെ കിട്ടിയ മാതിരി നിങ്ങളങ്ങ് പെരുമാറുന്നു. ആ പരിപാടിക്കൊന്നും മാന്യന്മാരിരുന്നും കൊടുക്കില്ല. അത് പിന്നെ ചെയ്യുന്ന ആൾ ഡൊണാൾഡ് ട്രംപാണ്. അത് ആ മനുഷ്യന് പ്രാന്തായിട്ടാണ്. ചുമ്മാ പുള്ളി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞത് പിന്നെ മാറ്റി പറയും. അതിലൊന്നും ആർക്കും ഒരു പരാതിയില്ല. നോർവേയിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് വോട്ടിംഗ് ശതമാനം എത്രയായിരുന്നു അറിയാം? 60%. അതിന് മുമ്പത്തെ തിരഞ്ഞെടുപ്പ് 50%. 50 to 60 നോർവേ വോട്ട് ചെയ്യുന്നത്. ഈ നോർവേ അടക്കമുള്ള യൂറോപ്പും തെക്കേ അമേരിക്കയും മറ്റേതൊക്കെ ചേർന്ന ജനസംഖ്യ ഭാരതത്തിലുണ്ട്. നോർവേയൊക്കെ എത്ര ചെറുതാണ്. ആ ഭാരതത്തിൽ ബംഗാളിലെ വോട്ടിംഗ് ശതമാനം എത്രയായിരുന്നു? 93, 94 ഒക്കെ ആയിരുന്നു. ആസാമിലും അതുപോലെ തന്നെ. ആസാമിലും ബംഗാളിലും BJP ജയിച്ചു. തമിഴ്നാട്ടിലും കേരളത്തിലും BJP കുറ്റിതെറിച്ചു പോയി. ഇതല്ലേ ജനാധിപത്യം? ഇവിടെയും പോളിംഗ് ശതമാനം അത്ര കുറവൊന്നും ആയിരുന്നില്ല. നമ്മുടേതും കുറവായിരുന്നില്ല, തമിഴ്നാടിൻ്റെയും കുറവൊന്നും ആയിരുന്നില്ല. 90-92 ഉണ്ടായിരുന്നില്ല എന്നേ ഉള്ളൂ. ഇത്രയും ആൾക്കാരുടെ ഇടയ്ക്ക്, ഈ 150 കോടി ആൾക്കാരുടെ ഇടയ്ക്ക് 4 പ്രമുഖ സംസ്ഥാനങ്ങൾ, അതിൽ ബംഗാളിൻ്റെയും തമിഴ്നാടിൻ്റെയും വലിപ്പം ആലോചിച്ച് നോക്ക്. നോർവേയേക്കാൾ വലുതാണ് തമിഴ്നാടെന്നാണ് എൻ്റെ ഒരു ധാരണ. ഇത് നടന്നിട്ട് 2 സ്ഥലത്ത് ഭരണകക്ഷി ജയിക്കുന്നു, 2 സ്ഥലത്ത് തോൽക്കുന്നു, വേറെ ആരോ ജയിക്കുന്നു. ഇതിൽ കവിഞ്ഞൊരു ജനാധിപത്യം വേറെ എവിടെയാണുള്ളത്? ഇത് പാശ്ചാത്യരും മനസ്സിലാക്കാതെ അവരൊരു ചട്ടക്കൂട്. അവരുടെ നോർവേയിൽ നേരം വെളുക്കുന്നത് 6 മണിക്കാണ്, പാല് വരുന്നത് 5:30 മണിക്കാണ്. അത് ഇന്ത്യയിലും വരണം, എങ്കിലേ ഞങ്ങൾ അംഗീകരിക്കുകയുള്ളൂ. പോയി പണി നോക്കാൻ പറയും ഈ സായിപ്പന്മാരോട്. ഇവരൊക്കെ ആരാ?